ദുരന്തത്തിൽ വിറങ്ങലിച്ചാണ് തൃശൂർ ചൊവ്വാഴ്ച ഉണർന്നത്. 5 ജീവനുകൾ പൊലിഞ്ഞ നാട്ടിക ദുരന്തത്തിൽ ഗുരുതരമായ കുറ്റകൃത്യമാണ് ലോറി ഡ്രൈവറുടെയും ക്ലീനറുടെയും ഭാഗത്തു നിന്നുണ്ടായത്. സംഭവത്തിൽ ഡ്രൈവറും ക്ലീനറും അറസ്റ്റിലാണ്. മനഃപൂർവ്വമായ നരഹത്യയാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. പരിക്കേറ്റ 3 പേരുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ്. മദ്യലഹരിയിൽ ക്ലീനറാണ് വാഹനമോടിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. ഇയാൾക്ക് ലൈസൻസ് ഉണ്ടായിരുന്നില്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കണ്ണൂർ ആലക്കോട് സ്വദേശികളായ അലക്സ്, ഡ്രൈവർ ജോസ് എന്നിവരാണ് അറസ്റ്റിലായത്. കണ്ണൂരിൽ നിന്ന് മരം കയറ്റിപ്പോയിരുന്ന ലോറിയാണ് ദേശീയപാതയിൽ നിന്ന് ബൈപ്പാസിലേക്ക് നിയന്ത്രണം വിട്ട് പാഞ്ഞു കയറിയത്. ദേശീയപാതയിൽ സ്ഥാപിച്ചിരുന്ന ഡിവൈഡർ തകർത്താണ് ലോറി ഉറങ്ങിക്കിടക്കുന്നവർക്കിടയിലേക്ക് കയറിയത്. ഉറങ്ങിക്കിടന്നിരുന്ന നാടോടികൾക്കിടയിലേക്കാണ് ലോറി പാഞ്ഞു കയറിയത്. 2 കുട്ടികൾ ഉൾപ്പെടെ 5 പേർ തൽക്ഷണം മരിച്ചു. 11 പേർക്ക് പരിക്കേറ്റു. പലരുടെയും നില അതീവ ഗുരുതരമാണ്. ഒരു 3:50-4 മണിയോട് കൂടിയിട്ടാണ് സംഭവിച്ചിട്ടുള്ളത്. ഇത് വടക്ക് നിന്ന് വന്നൊരു വണ്ടിയാണ്. കണ്ണൂരിൽ നിന്നാണ് വണ്ടി വന്നതെന്ന് അറിയാൻ കഴിഞ്ഞത്. ഈ ഡിവൈഡറിൽ തട്ടിയിട്ട് ഏകദേശം ഒരു 50 മീറ്റർ അപ്പുറത്തായിട്ടാണ് നാടോടികൾ കിടന്നിരുന്നത്. ഒരു 3 മാസങ്ങളായിട്ട് ഇവിടെ ഉണ്ട്. ഒരു 6 മാസമൊക്കെ കൂടുമ്പോൾ ഇവരുടെ നാട്ടിലേക്ക് പോകും. പാലക്കാട് ഗോവിന്ദാപുരം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ആളുകളാണെന്ന് അറിയാൻ കഴിഞ്ഞത്. വണ്ടി ഇടിച്ചിട്ട് ഇവർ നിർത്താതെ പോയി നേരെ അങ്ങോട്ട് പോയി. അവർ വിചാരിച്ച് നേരെ അങ്ങോട്ട് പോകാമെന്ന് വെച്ചിട്ടാണ് പോയത്. പക്ഷേ അവിടെ എത്തിയപ്പോൾ പാലം പണി നടക്കുന്ന കാരണം അവിടെ നിന്ന് സ്റ്റോപ്പ് ആവുകയാണ് ചെയ്തത്. ഇവർ അപ്പുറം സൈഡിലാണ് സാധാരണ കിടക്കാറ്. അവരിപ്പോൾ ഏകാദശിയായി കാരണം വണ്ടികൾ അതിലെ കൂടുതൽ പാസ് ചെയ്യുന്ന കാരണം അവരിപ്പുറത്താണ് ഇന്നലെ കിടന്നത്. ചൊവ്വാഴ്ച പുലർച്ചെ 3:50 സംഭവം. കാളിയപ്പൻ, ബംഗാഴി, നാഗമ്മ, 4 വയസ്സുകാരൻ ജീവൻ, 1 വയസ്സുള്ള വിശ്വ എന്നിവരാണ് സ്ഥലത്ത് വെച്ച് മരിച്ചത്. പരിക്കേറ്റവരിൽ ഒരാൾ കരഞ്ഞു ഓടി വരുന്നത് കണ്ട് നാട്ടിക ബീച്ച് സ്വദേശിയായ ആഘോഷാണ് പോലീസിൽ വിവരം അറിയിച്ചത്. ഇവർ വർഷങ്ങളായി പ്രദേശത്ത് ജോലി ചെയ്ത് കഴിഞ്ഞു വന്നവരായിരുന്നു. മേൽപ്പാലത്തിന്റെ പണി നടക്കുന്നതിനാൽ ബാരിക്കേഡ് കൊണ്ട് കെട്ടിമറച്ചിട്ടുണ്ടായിരുന്നു. ഇവിടേക്കാണ് ലോറി ഇടിച്ചു കയറിയത്. പരിക്കേറ്റവർ തൃശൂർ മെഡിക്കൽ കോളേജിലാണ്. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, പോലീസ് കമ്മീഷണർ ഇളങ്കോ, കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജു, വലപ്പാട് SHO MK രമേശ് എന്നിവർ സ്ഥലത്തെത്തി.